ലോക മലയാളികൾക്ക് ഈദുൽ ഫിത്തർ ആശംസകൾ. വ്രതാനുഷ്ഠാനങ്ങളുടെയും നന്മയുടെയും ചെറിയ പെരുന്നാളിൻ്റെ ഈ കാലത്ത് മലനാട് ടി വിക്ക് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്, ഒരു ന്യൂസ് ഇമ്പാക്റ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ സംപ്രേഷണം ചെയ്ത ഒരു നിർധന രോഗിയുടെ ചികിത്സാ ധനസഹായ അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൊല്ലം ആവണീശ്വരത്തിനടുത്തുള്ള വാടക വീട്ടിൽ നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്ത ആ വാർത്ത ഹൃദയഭേദകമായിരുന്നു. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബൈക്കും സതീഷ് എന്ന് പറയുന്ന നിർധനനായിട്ടുള്ള ഒരു മരപ്പണിക്കാരൻ്റെ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ആ ബൈക്കിൽ ഭാര്യയും ഭാര്യയുടെ കയ്യിൽ ചെറിയ കുഞ്ഞും നടുക്ക് മകളും അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ മകളുടെയും അദ്ദേഹത്തിൻ്റെയും വലത് കാലിലാണ് വാഹനം വന്നിടിച്ചത്. കഴിഞ്ഞ 2 വർഷമായിട്ട് തീരെ ദുരിതത്തിലും ദുഃഖത്തിലും ആണ്ടുപോയ ഒരു കുടുംബത്തിൻ്റെ വേദനയാണ് നമ്മൾ അന്ന് വാർത്തയിൽ പറഞ്ഞത്. ഉണ്ടായിരുന്ന വീട് ജപ്തിയിലാകുകയും നാട്ടുകാരോട് കടം വാങ്ങിക്കുകയും പിന്നീട് നാട്ടുകാരുടെ ദയാവായ്പ കൊണ്ട് മാത്രം ചികിത്സ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആ വാടക വീട്ടിലെ ഗൃഹനാഥൻ്റെ ദാരുണമായ ഒരു അവസ്ഥ മലനാട് ടി വി സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഇന്ന് ഈ ചെറിയ പെരുന്നാളിൻ്റെ വിശുദ്ധ രാവിൽ മലനാട് ടി വിയുടെ ഈ വാർത്താ സംപ്രേഷണം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മലനാട് ടിവിയുടെ മറ്റ് വാർത്തകൾക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു പെട്ടെന്നുള്ള വളരെ വേഗത്തിൽ ഉള്ള ഒരു വാർത്താ ഇമ്പാക്റ്റ്, ന്യൂസ് ഇമ്പാക്റ്റ്. തത്സമയം ഇന്ന് നമ്മളുടെ വൈക്കത്ത് നിന്നും ഈ ഒരു ഉപഹാരം ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കുകയും ആ ഉപഹാരം വാങ്ങുന്നതിൻ്റെയും അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സുരേഷ് വാഴവിള നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഹലോ, നമസ്കാരം. ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് വൈക്കം ക്ഷേത്രത്തിന് അടുത്താണ്. അപ്പോൾ വിചാരിക്കുന്നത് എന്താണ്, ക്ഷേത്രത്തിൽ വല്ല പൂജയ്ക്കും വന്നതാണ്. സത്യത്തിൽ ഒരു പൂജ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഒരാളുടെ ഒരു വളരെ വിഷകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ആര്യാദേവി എന്ന് പറയുന്ന സഹോദരി, അവരുടെ ഭർത്താവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഭർത്താവും അവരുടെ മകളും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ട് ചികിത്സയിലായിരുന്നു. ആ ഭർത്താവിന് എഴുന്നേറ്റ്, അദ്ദേഹം ആശാരി പണി ചെയ്യുന്ന ഒരാളായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥ. ആ മകളും തന്നെ ഗുരുതരായ ഒരവസ്ഥയിൽ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യണം, നാട്ടുകാരൊക്കെ കുറേയൊക്കെ സഹായിച്ചു. പക്ഷേ അവർക്ക് സ്ഥിര വരുമാനത്തിനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ സഹായമാകും എന്ന് പറഞ്ഞത് നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. എനിക്ക് 2022 ജൂൺ 26 ഒരു ബൈക്ക് അപകടം പറ്റിയാണ്. ഇതുവരെ നിരവധി സർജറികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നിരവധി സർജറികൾ കഴിച്ചിട്ടുണ്ട്. ഇതുവരെയും എനിക്ക് പരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഈ 1.5 വർഷത്തോളം ആയപ്പോൾ കിട്ടാവുന്ന സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടി. ഇനി മുമ്പോട്ട് ആർക്കും ജസ്റ്റ് സഹായം ചെയ്ത ഒരാൾ വീണ്ടും സഹായം ചെയ്യാൻ തയ്യാറാവത്തില്ലല്ലോ. അവർ ആവശ്യപ്പെട്ടതൊരു തയ്യൽ മെഷീനായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ഇത് പറയുകയാണ്, ആ തയ്യൽ മെഷീൻ ഇന്ന് നമ്മുടെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആര്യാദേവിക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒബിവാനിൽ ഇപ്പോഴത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണ് നമുക്ക് ഈ സമ്മാനം തന്നിരിക്കുന്നത്, ആരാണ് ഇത്തരം ഒരു ഒരു തീരുമാനമെടുക്കുകയും അവരെ സഹായിക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്, അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ്. ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിലേക്കാണ് ഞാനിപ്പം കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു അമ്മയും മകനുമാണ് എന്നോടൊപ്പം ഇവിടെയുള്ളത്. ആശാദേവിക്ക് വേണ്ടി ഈ സമ്മാനം കൊടുക്കുന്ന എത്തിയിരിക്കുന്ന മറ്റൊരു ദേവിയാണ്. അമ്മയുടെ പേരെന്താ? മീനാക്ഷി ദേവിയാണ് ഇപ്പം നമ്മളുള്ളത്. മകന് മഹേന്ദ്രൻ എന്നാണ് മകൻ്റെ പേര്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സമ്മാനം ആശാദേവിക്ക് വേണ്ടി കൊടുക്കുവാൻ തന്നിട്ടുള്ളത്. നമ്മൾ ഈ സമ്മാനം ഈ 13-ാം തീയതി ഉറുകുന്ന് ദേവീ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് നൽകുന്നതായിരിക്കും. മലനാട് ന്യൂസ് അവിടുത്തെ ഉത്സവ ആഘോഷങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അവസരത്തിലായിരിക്കും നമ്മൾ ഈ സമ്മാനം ആശാദേവിക്ക് കൊടുക്കുക. അമ്മേ, എന്താണ് ഇതിനെക്കുറിച്ചൊരു വാക്ക് പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ ഇത്രയും വലിയൊരു സന്തോഷം ആ കുടുംബത്തിനുണ്ടാവുകയാണ്. അവർക്കൊരു ഒരു വരുമാനം തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അമ്മ ഒറ്റ വാക്കി തന്നെ പറഞ്ഞു, അവർക്ക് നല്ലത് വരട്ടെ, നല്ലത് ഭവിക്കട്ടെ. ഈ ഒരു തയ്യൽ മെഷീനിലൂടെ അവരുടെ കുടുംബത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാകുകയും അതിലൂടെ വളർന്ന് അവരുടെ മനസ്സിൻ്റെ സന്തോഷം എത്തുവാനും ആ കുടുംബത്തിന് ഒരു നിത്യ ജീവിതത്തിലുള്ള വക ഉണ്ടാകട്ടെ എന്നുമാണ് അമ്മയുടെ പ്രാർത്ഥന. ഞാൻ സുരേഷ്, ക്യാമറാമാൻ ആർജയ്ക്കൊപ്പം. ശരിക്കും ഒരു വാർത്ത, ആ വാർത്തയിലൂടെ 2 പേർ ഒന്നിക്കുകയാണ്. ഒരാൾ
വളരെയേറെ ദുരിതാവസ്ഥയിൽ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. അവരെ സഹായിക്കുന്നതിന് തന്നാലാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന മറ്റൊരാൾ മറുവശത്ത്. ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണ്. നന്മയുടെ പ്രതീകമായ ചെറിയ പെരുന്നാൾ, സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും കഥ പറയുന്ന ചെറിയ പെരുന്നാൾ രാവിൽ ഇങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രേക്ഷകയുടെ ഇടപെടൽ മറ്റൊരു കുടുംബത്തിനെയും വ്യക്തികളെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളുടെ ന്യൂസ് ടീം ഒന്നടങ്കം നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ 1-2 പേരോട് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. മലനാട് TV എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനലാണ്. ഈ ചാനലിൻ്റെ വാർത്താ സംപ്രേഷണത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഇടപെട്ടാൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഒരാൾ നമ്മളെ വിളിക്കുന്നത്. അത് മറ്റാരുമല്ല, കായംകുളത്ത് നിന്നും ബിജു അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പ്രശസ്തനായ സംഗീത സംവിധായകനാണ്. എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത്തരം ഒരു വിഷയമുണ്ട്, നമുക്കതിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ തന്നെ പോയിട്ടാണ് അന്ന് അത് ചിത്രീകരിച്ചതും ഒക്കെ. എന്തായാലും ബിജു അനന്തകൃഷ്ണൻ കാണിച്ച മാതൃകാപരമായ ഒരു ഇടപെടൽ മറ്റൊരു സഹജീവിയെക്കുറിച്ച് നമ്മളെ അറിയിക്കുകയും നമ്മളവിടെ പോയി അത് ഷൂട്ട് ചെയ്യുകയും പിന്നീട് പ്രേക്ഷകയായ മീനാക്ഷി അമ്മയിലൂടെ അവർക്ക് ആ ജീവിത ഉപാധി ലഭിക്കുകയും ജീവിതത്തിലേക്ക് മടങ്ങി വരാനൊരു ശ്രമം അവർ നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്ന എല്ലാവർക്കും, ഒപ്പം ബിജു അനന്തകൃഷ്ണൻ, മീനാക്ഷി അമ്മ, ആ നാട്ടുകാരായിട്ടുള്ള സകല ആളുകൾക്കും ഈദുൽ ഫിത്തർ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. You are watching India's first NGO television, Malanad TV India.